നടപടിക്ക് വിധേയയായ വയനാട്ടിലെ ഡെപ്യൂട്ടി കളക്ടർ സി ഗീത നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തിന്റെ പേരിലാണ് ഇപ്പോൾ താങ്കൾക്കെതിരെ നടപടി വന്നത്? ശ്രീ സി ജെ ദേവസിയുടെ ഭാര്യ എൽസമ്മ ദേവസി സർവേ നമ്പർ 395/16 10 സെന്റ് സ്ഥലം തരം മാറ്റുന്നതിനാണ് അപേക്ഷ തന്നിരുന്നത്. അത് ഫോം 5 ഇവർ കൊടുത്ത സമയത്ത്, അതായത് ഡാറ്റാ ബാങ്കിൽ നിന്ന് ഭൂമി ഒഴിവാക്കി കിട്ടാൻ കൊടുത്ത അപേക്ഷ പല പ്രാവശ്യം തള്ളി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ഒരു കോടതി പോയിട്ട് ഒരു വിധി സമ്പാദിച്ചു. അതില് അപ്രോപ്രിയേറ്റ് ഓർഡർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ പക്ഷെ അന്നത്തെ ഡെപ്യൂട്ടി കളക്ടർ അതുവരെയുള്ള ആ ഓർഡറിൽ എല്ലാം ഇയാൾക്ക് എതിരാണ് എന്ന് എഴുതിയിട്ടു അവസാനം കോടതി വിധിയുടെ പേരിൽ ഫോം 5 അനുവദിക്കുന്നു എന്ന് ഒരു ഉത്തരവ് കൊടുത്തു. പിന്നെ ഞാൻ ചെന്നപ്പോൾ ഫോം 6 അതായത് തരം മാറ്റുന്നതിന് വേണ്ടിയുള്ള അപേക്ഷയാണ്. ഞാൻ ഈ എല്ലാ റിപ്പോർട്ടുകളും പരിശോധിച്ചു. കൃഷി ഓഫീസറുടെ, വില്ലേജ് ഓഫീസർ തന്ന റിപ്പോർട്ട്, KSREC റിപ്പോർട്ട്. അപ്പോൾ എല്ലാ റിപ്പോർട്ടുകളും ഇയാൾക്ക് നെഗറ്റീവായിട്ടാണ് കിട്ടിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സ്ഥലം കൂടി പരിശോധിച്ചു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, കൃഷി ഓഫീസറും വില്ലേജ് ഓഫീസറും പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അപേക്ഷ നിരസിച്ചു കൊടുത്തത്. സസ്പെൻഷനിലെ പരാതിയിൽ ഇയാൾ പറഞ്ഞിരിക്കുന്നത്, തനിക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തി 10,000 രൂപ നൽകാമെങ്കിൽ ഡെപ്യൂട്ടി കളക്ടറെ കൊണ്ട് ഭൂമി തരം മാറ്റിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് എന്നാണ്. ഇയാൾ കേരള കോൺഗ്രസിന്റെ നേതാവാണ്. ഞാൻ അവിടെ ചെന്ന നാൾ മുതൽക്ക് എന്നെ കണ്ടിട്ട് എൻ്റെ അപേക്ഷ പ്രകാരം അനുകൂലമായ ഉത്തരവ് തരണമെന്ന് പറയുക, പിന്നെ മറ്റു രാഷ്ട്രീയക്കാരെ വിളിപ്പിച്ച് ഭീഷണിപ്പെടുത്തുക. ഇത് 6/1 ഈ പരാതി കൊടുക്കുന്നത്. അതായത് ഉത്തരവ് കൊടുത്തതിന് ശേഷം. അപ്പൊ ഇതൊരു വ്യാജ പരാതിയാണെന്നുള്ളതിന് വേറെ തെളിവില്ലല്ലോ, വേണ്ടല്ലോ. ഞാൻ കാശ് ചോദിച്ചിട്ടുണ്ടെന്ന് ഈ വ്യക്തി തെളിയിക്കണം. അതാണ് എന്റെ ആവശ്യം. കാരണം എനിക്കിപ്പോ ഇതില് മാധ്യമങ്ങളുടെ മുന്നിൽ വരാനൊന്നും താല്പര്യം ഉണ്ടായിട്ടല്ല. ഇപ്പം മാഡത്തിന്റെ അടുത്ത പരിപാടി എന്താണ്? അതിന്റെ നിയമപരമായ കാര്യങ്ങളെ അന്വേഷിച്ചിട്ട് ചെയ്യണം തന്നെയാണ്.